ഇതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആ ഒരു കംപ്ലയിൻറ്റ് വന്ന എയർ പമ്പ്. ഇത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ കാർ പോർച്ചിൽ നമ്മുടെ ബ്ലാക്ക് ജയൻറ്റ് ഗുരാമിക്ക് എയറേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇതിൽ നിന്ന് ബബിൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറിയ രീതിയിൽ വരുന്നുണ്ട്, പക്ഷേ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. പക്ഷേ ബബിൾസ് വരുന്നത് വളരെ കുറവാണ്. എന്തോ ഇഷ്യൂ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു എയർ പമ്പ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ശരിക്കും എയർ പമ്പുകൾ ഒരു 2-3 വർഷം വരെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ കുറച്ച് കെയർലെസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം മാക്സിമം 2 വർഷം വരെയൊക്കെയാണ് നിൽക്കാനായിട്ട് സാധ്യതയുള്ളത്. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉള്ളിൽ ചില ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് ഹീറ്റ് ആവും ചെയ്യും. ഹീറ്റ് നമുക്കറിയാലോ, ഒരു പരിധി കൂടുതൽ ഹീറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് അതിൻ്റെ ക്വാളിറ്റി കുറയും. അതായത് നമ്മൾ പുറത്തും ഇൻഡോറും യൂസ് ചെയ്യുന്ന ബക്കറ്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചൂടും വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളുന്ന പ്ലാസ്റ്റിക് നിങ്ങൾ ഔട്ട്ഡോറൊക്കെ യൂസ് ചെയ്യുന്ന ബക്കറ്റൊക്കെ പെട്ടെന്ന് പൊട്ടി പോകുന്നതാണ് ഇൻഡോർ യൂസ് ചെയ്യുന്നതിനേക്കാളും. കാരണം സൺലൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് കൂടുതലായിട്ട് അടിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ ഈ എയറേറ്റർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് നല്ല രീതിയിൽ ചൂടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നാൾ ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തുള്ള പ്ലാസ്റ്റിക്, അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ സൈഡിലൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കോട്ടിങ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോമറൊക്കെ ലൂസ് ആവാറുണ്ട്. ചിലതൊക്കെ നട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചില എയറേറ്ററിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ട്രാൻസ്ഫോമർ അത് നട്ട് ലൂസായിട്ട് പുറത്തേക്ക് തള്ളി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു എയറേറ്റർ വീനസെക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് 2.5 വാട്ടിൻ്റെ എയറേറ്ററാണ്, സിംഗിൾ വാൽവാണ്. നമ്മൾ ഇൻഡോർ യൂസ് ചെയ്യുന്ന എയറേറ്ററിനേക്കാളും കൂടുതൽ ഡാമേജ് വരാൻ സാധ്യതയുള്ളത് നമ്മൾ ഔട്ട്ഡോറൊക്കെ വെക്കുന്നതാണ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ഈ ഒരു വെതറാണ്. അതായത് ഈ ചൂടും വെയിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിക്കുന്ന ഏരിയ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാർ പോർച്ചിനാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഔട്ട്ഡോറാണ്. അപ്പോൾ ചൂട് നല്ല രീതിയിൽ ഓപ്പണായിട്ട് തന്നെ ഇതിലേക്ക് വരും. അതുപോലെ മഴക്കാലത്താണെങ്കിൽ ഈർപ്പം കാര്യങ്ങളൊക്കെ വന്നിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ സ്ക്രൂ കാര്യങ്ങളെല്ലാം തുരുമ്പിച്ചിരിക്കുന്നത് കണ്ടില്ലേ, അത് പുറത്തായതുകൊണ്ടാണ് മഴക്കാലത്ത് ആ ഒരു ഈർപ്പമൊക്കെ തട്ടിയിട്ടാണ് ഇത് തുരുമ്പിക്കുന്നത്. ഇതുപോലെ വെതറിൻ്റെ ഇഷ്യൂസ്, അതായത് സൺലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ പറഞ്ഞില്ല ഈർപ്പവും കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും ഇത് കവർ ചെയ്യാനായിട്ട് പാടില്ല. എയറേറ്റർ ഒരു കാരണവശാലും കവർ ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. കാരണം ഇതിനകത്തേക്ക് എയർ സർക്കുലേഷൻ വേണം. കാരണം ചൂടാവുന്നതുകൊണ്ട് വല്ലാതെ ചൂട് നമ്മൾ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചൂട് പുറത്തേക്ക് പോകാതെ എയർ സർക്കുലേഷൻ ഒന്നും വരാതെ ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് കവർ ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തുറന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ കംപ്ലയിൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ ട്രാൻസ്ഫോമർ ഇരിക്കുന്നത് കണ്ട, ചെരിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ആ ഡ്രം കണ്ടില്ലേ, ഡയാഫ്രം എന്ന് പറയുന്നതാണ് ആ സാധനം. ആ ഡ്രം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് എയർ പുറത്തേക്ക് വരുന്നത്. ആ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ ഞാൻ ഇപ്പോൾ തൊട്ട് കാണിച്ചില്ലേ, അതാണ് മാഗ്നറ്റ്. ആ മാഗ്നറ്റ് ഈ ഒരു ട്രാൻസ്ഫോമറിലേക്ക് ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. മാഗ്നറ്റും ഈ ഒരു ട്രാൻസ്ഫോമറും തമ്മിൽ ചെറിയ ഗ്യാപ്പ് വേണം, കണ്ടില്ലേ, അതാണ് മാഗ്നറ്റ്, ഇതാണ് ഡ്രം. ആ മാഗ്നറ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഡ്രമ്മിൻ്റെ ഉള്ളിൽ നിന്ന് എയർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സംഭവം എന്താണ് സംഭവിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഇളകി സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു മാഗ്നറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് പാടില്ല. അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാൻസ്ഫോമർ ഇരിക്കേണ്ടത്. അപ്പോൾ മാഗ്നറ്റും ഈ ഒരു ട്രാൻസ്ഫോമറും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. കണ്ടില്ല, ഇത് ഒട്ടിയിരിക്കുന്നത് കണ്ടില്ല, ആ ഒരു മാഗ്നറ്റ് ആ ഒരു ട്രാൻസ്ഫോമറിൽ ഒട്ടിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒട്ടിയിരിക്കാനായിട്ട് പാടില്ല. അത് ചെരിഞ്ഞത് കൊണ്ടാണ് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ചെരിയാതെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ ഒരു ട്രാൻസ്ഫോമർ നിൽക്കുന്നതെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് വരും. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു മാഗ്നറ്റ് വൈബ്രേറ്റ് ചെയ്ത് ഈ ഡ്രമ്മിൽ നിന്ന് എയർ പുറത്തേക്ക് വരും. ഇതിപ്പോൾ വൈബ്രേറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, കാരണം ഒട്ടിയിരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് എയർ വരാത്തത്. അതുപോലെ തന്നെ ഒരു നട്ടും ബോൾട്ടും കണ്ടോ നിങ്ങൾ ആ മുകൾ ഭാഗത്ത്, ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ആ ഒരു സ്വിച്ചിൻ്റെ ആ ഒരു സൈഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ആ മാഗ്നറ്റിനോട് ചേർന്ന് അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ അവിടെ ഒരു നട്ടും ബോൾട്ടും നിങ്ങൾക്ക് കാണാം. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോമർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതും ലൂസായിട്ടുണ്ട്. ലൂസായിട്ട് ഈ ഒരു ട്രാൻസ്ഫോമർ സൈഡിലേക്ക് ഇളകി പോകുന്നിരിക്കുകയാണ്. അതുകൂടാതെ ഈ ഒരു ട്രാൻസ്ഫോമറിനും ചെറുതായിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതായത് വർക്ക് ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫോമർ, പക്ഷേ അതിൻ്റെ സൈഡിലുള്ള പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അത് ചൂടായിട്ട് പൊട്ടിയതാവാനാണ് സാധ്യത. കണ്ടില്ലേ, ഞാൻ തൊട്ടപ്പോൾ ഒരു പ്ലാസ്റ്റിക് പൊട്ടി താഴെ വീണ കണ്ടില്ലേ, അതൊക്കെ സൈഡിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. അതായത് ട്രാൻസ്ഫോമർ ചൂടായിട്ട് ആ പ്ലാസ്റ്റിക് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതാണ്, ക്വാളിറ്റി കുറഞ്ഞിട്ട് പൊടിഞ്ഞു പോകുന്നതാണ് സംഭവം. അങ്ങനെ പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു പ്ലാസ്റ്റിക്കാണ് ജസ്റ്റ് പൊട്ടിപ്പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഇതാണ് ഡ്രം, കണ്ടില്ല, അതാണ് മാഗ്നറ്റ്. ജസ്റ്റ് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ ഡ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനുള്ളിലെ എയർ പുറത്തേക്ക് വരുന്നത്, കണ്ടില്ല, അതാണ് മാഗ്നറ്റ്. ആ മാഗ്നറ്റും ഈ ഒരു ട്രാൻസ്ഫോമർ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് തരംഗങ്ങൾ ഇത് റിസീവ് ചെയ്തിട്ടാണ് ഈ മാഗ്നറ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത്.
ഈ ഒരു ഡ്രം അല്ലെങ്കിൽ ഡയാഫ്രം അല്ലെങ്കിൽ ഈ മാഗ്നറ്റ് ഇതിനൊന്നിനും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് കുറേ നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇത് അക്വേറിയം ഷോപ്പുകളിൽ ഇത് ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടും. ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് തന്നെ വാങ്ങി പുതിയത് റീപ്ലേസ് ചെയ്യാം. ട്രാൻസ്ഫോമറിനാണ് കംപ്ലയിൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സെയിം ട്രാൻസ്ഫോമർ മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഇഷ്യൂ സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമറും അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് സിലിക്കോൺ ഗ്ലൂ ഉപയോഗിച്ചിട്ട് അത് അറ്റാച്ച് ചെയ്ത് വെക്കാം. അതായത് നമ്മുടെ അക്വേറിയൊക്കെ നമ്മൾ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സിലിക്കോൺ ഗ്ലൂ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ട്യൂബ് സിലിക്കോൺ കിട്ടും 60 രൂപയ്ക്കൊക്കെ. അത് വാങ്ങിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു നട്ടും ബോൾട്ടും ഒക്കെ ഇല്ലേ, അത് നിങ്ങൾക്ക് ആ ഒരു സിലിക്കോൺ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ പിന്നെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നട്ടും ബോൾട്ടൊന്നും ലൂസ് ആവില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമർ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും ഈ ഒരു സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ട്രാൻസ്ഫോമർ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇളകില്ല. സിലിക്കോൺ എന്ന് പറയുന്നത് അത്യാവശ്യം ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലൂ ആണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഞാൻ വേറെ 1-2 എയറേറ്ററുകൾക്കൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് എന്തോ ഒരു അത്യാവശ്യത്തിന് ഞാൻ പെട്ടെന്ന് പോയി വാങ്ങി വന്ന് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. സിലിക്കോൺ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിലിക്കോൺ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് കുത്തി ഇളക്കി എടുക്കാവുന്നതാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇളകി പോരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിന് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ട്രാൻസ്ഫോമർ ജസ്റ്റ് ഇതുപോലെ ഇളകി പോകുന്നു എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ സാധനം വർക്കിംഗ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമ്മളിത് ഓപ്പൺ ചെയ്ത ട്രാൻസ്ഫോമർ പതുക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടി വീണിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് കിടക്കുന്നത് കാണാം. അതുകൊണ്ട് ഇനി തിരിച്ച് വെച്ച് ഇത് യൂസ് ചെയ്യുന്നത് സേഫ് ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. ഈ ട്രാൻസ്ഫോമർ പ്രോപ്പറായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അത് സേഫ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ മാറ്റേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ ഒരു എയറേറ്ററിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഫിക്സ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.